ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ കല്യാണ വീഡിയോ ആണ്. ബ്രൈഡ് ടു ബിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ട്. ഇന്ന് മൈലാഞ്ചി കല്യാണമാണ്. അപ്പം ഞങ്ങളിപ്പോൾ ഇതാ റെഡി ആയിട്ട് ഞാനും മബിയും പാത്തും സീനും ആദമെല്ലാം പോകുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. രാത്രിയാണ് മൈലാഞ്ചി കല്യാണം. അപ്പം ഞങ്ങൾ വൈകുന്നേരം എത്തിയിട്ടുണ്ട്. ഇവിടെ പന്തലും എല്ലാം റെഡി ആയിട്ടുണ്ട്. റാഷിൻ്റെ കസിൻ്റെ മോളുടെ കല്യാണമാണ്. ഞാനത് ബ്രൈഡ് ടു ബിൻ്റെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഉമ്മ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വൈകുന്നേരം വന്നതേ ഉള്ളൂ. രാത്രി മൈലാഞ്ചി കല്യാണം സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റേജെല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് മണവാട്ടിക്ക് ഇരിക്കാനും ഫോട്ടോസിൽ എടുക്കാനായിട്ടുള്ള സ്റ്റേജ്. വൈകുന്നേരം ആയപ്പോൾ നല്ല മഴ വന്നു. അപ്പോൾ എല്ലാവരും കയറി അകത്തിരുന്ന്. നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ മഴ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ട് പെട്ടെന്ന് പെയ്ത മഴയാണ്. മഴ കുറച്ച് സമയത്തേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കയറി അകത്തിരുന്ന്. മഴയൊക്കെ മാറിയപ്പോൾ ഞങ്ങൾ വന്ന് കസിൻസും എല്ലാവരായിട്ട് വന്നിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ ഒരു വൈബിലുള്ള ആൾക്കാരെ കൂടെ കൂടുമ്പോൾ നല്ല രസമാണ്. ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓടി കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉമ്മ എനിക്ക് കജൂറിട്ട് കൊടുത്ത് അവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്ന്. അപ്പോൾ ഈ ഭാഗത്ത് ഫുഡിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം നടക്കുന്നുണ്ട്. നാളെയാണ് കല്യാണം. അപ്പോൾ നാളത്തെ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ റെഡി ആവുന്നുണ്ട്. നാളത്തെ ബിരിയാണിക്കുള്ള ചിക്കനെല്ലാം ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നും ബിരിയാണി തന്നെയാണ് കേട്ടോ. ബിരിയാണിയെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാണ്ട് തന്നെ ബിരിയാണി വെച്ചേക്കാൻ നമുക്കൊരു ലൈക്കും തന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്ന്. കല്യാണ വീട്ടിൽ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് ആണ്. ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഡാൻസും പാട്ടെല്ലാം ആയിരുന്നു. മൈലാഞ്ചി കല്യാണത്തിന് ഇങ്ങനെയാണ് കേട്ടോ. രാത്രി പാട്ടും ഡാൻസെല്ലാം ആയിരിക്കും. ഇതിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളെ ഉണ്ടാവും മൈലാഞ്ചി കല്യാണത്തിന്. അപ്പോൾ മൈലാഞ്ചി കല്യാണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. പാട്ടും ഡാൻസും ഒപ്പന മുട്ടെല്ലായിരിക്കും. ഇത്രയാണ് മൈലാഞ്ചി കല്യാണ വിശേഷം. പിന്നെ കല്യാണ വിശേഷമാണ്. കല്യാണത്തിന് പോകാനായിട്ട് ഞാനും പിള്ളേരെല്ലാം രാവിലെ റെഡി ആയിട്ടുണ്ട്. പാത്തുൻ്റെയും സെയിൻ്റെയും ആദമിൻ്റെ എല്ലാം ഒരു വീഡിയോ എടുത്ത് ഞങ്ങളിപ്പോൾ കല്യാണ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് പെണ്ണിൻ്റെ പുരയിൽ ചെക്കൻ്റെ പുരയ്ക്ക് എല്ലാവർക്കും നിക്കാഹിന് പോയ ടൈമാണ്. ഇപ്പോൾ ഇവിടെ ആരുമില്ല ഇപ്പോൾ. അപ്പോൾ നിക്കാഹിന് പോയ ആൾക്കാർക്ക് സീറാവും ചായ ഉണ്ടാക്കും പെണ്ണിൻ്റെ വീട്ടിൽ. അപ്പോൾ സീറ എന്ന് പറഞ്ഞെങ്കിൽ റവ കേസരിനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളതിപ്പോൾ കഴിച്ച് ചായയും സീറൊക്കെ കഴിച്ച്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടാണ് വന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. കല്യാണ വീട്ടിൽ ഇങ്ങനെ പൊറോട്ടയും ചിക്കൻ കറിയും ചായയൊക്കെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഞാനും സീനൊക്കെ ഇരുന്നിട്ട് റീൽസ് എല്ലാം എടുത്ത്. അപ്പോഴത്തേക്ക് കല്യാണ പെണ്ണ് പുതിനാട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുതിനാട്ടിനൊക്കെ നിന്നിട്ട് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത്. പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ട് നിന്നിട്ടെല്ലാം ഫോട്ടോസെല്ലാം എടുത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കസിൻസ് എല്ലാവരും നിന്നിട്ട് ഫോട്ടോസും എല്ലാം എടുത്ത്. അപ്പോഴത്തേക്ക് ഉച്ചയായി, തിരക്ക് തുടങ്ങി. കല്യാണ വീട്ടിൽ ആളെല്ലാം വരാൻ തുടങ്ങി നിറച്ചപ്പോൾ ഞാൻ വിചാരിച്ച് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് വന്ന്. ബിരിയാണിയും ചിക്കൻ ഫ്രൈ ആണ് ഇന്നത്തെ ഫുഡ്. കല്യാണ വീട്ടിൽ ചൂട് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളിപ്പോൾ ഫുഡൊക്കെ എടുത്തിട്ട് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ചായയും കൂടെ എടുത്ത് ഞാനും അബിയും ചായയൊക്കെ കുടിച്ചിട്ട് നടക്കുന്നുണ്ട്. ഭയങ്കര ചൂടാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ ഫാനുണ്ട് ഇവിടെ വന്നിട്ട് ഇരുന്ന് ഞങ്ങൾ കസിൻസ് എല്ലാവരും ഇരുന്ന് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന്. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് റൌഫ്. അപ്പോൾ റൌഫാൻ്റെ വീടിൻ്റെ അടുത്താണ്. ഇതാണ് റൌഫ്. അപ്പോൾ റൌഫാൻ്റെ വീട്ടിൽ ഞാനും അബി അടുക്ക് പോയിട്ട് കുറച്ച് സമയം ഇരിക്കും, റിലാക്സ് ആവും. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പുതിയാപ്പിള വരുന്ന ടൈമാണ് കേട്ടോ. പുതിയാപ്പിളിൻ്റെ പുതിനാട്ടിൻ്റെ പേർക്ക് വരുന്ന ടൈമാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും പുതിയാപ്പിളിനെ സ്വീകരിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പിള്ളേരെല്ലാം ഇങ്ങനെ ലൈനിൽ നിർത്തിക്കോട്ടെ പുതിയാപ്പിളക്ക് പൂവെല്ലാം കൊടുക്കാനായിട്ട്, റോസെല്ലാം കൊടുത്തിട്ട് മാലയെല്ലാം കൊടുത്ത് സ്വീകരിക്കാനായിട്ട്. അപ്പോൾ സീനും പാത്തും എല്ലാം ഉണ്ട് ഇവിടെ പുതിയാപ്പിളിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ട്. അപ്പോഴത്തേക്ക് പുതിയാപ്പിളയും ഫ്രണ്ട്സും ആൾക്കാരെല്ലാം വന്നിട്ടാണ്. പുതിയാപ്പിള വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പുതിനാട്ടിനെ കാണാനായിട്ട് പുരൻ്റെ ഉള്ളിലേക്ക് കയറുന്നതായിരിക്കും. അതിന് മുമ്പ് അനൗൺസൊക്കെ ചെയ്ത് പിന്നെ ഇങ്ങനെ പാട്ടെല്ലാം പാടിയിട്ടായിരിക്കും കേട്ടോ കയറുക.
അതിനുശേഷം പുതിയ കൊണ്ടുപോകണം. റെഡിയല്ലേ? റെഡി. പുതിനാട്ടിനെ ഇറക്കാക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ പെണ്ണുങ്ങൾ ഇങ്ങനെ നിന്ന് പാട്ടെല്ലാം പാടും. പുതിയാപ്പിളിൻ്റെ അടുത്ത് എല്ലാവരും വന്ന് പോയതിനു ശേഷം പിന്നെ പെണ്ണിൻ്റെ അടുത്ത് പുതിയാപ്പിളിൻ്റെ അടുക്ക് പോലാണ്. അപ്പോൾ അതിനായിട്ട് ബസ്സെല്ലാം ഉണ്ട്. ഞങ്ങൾ ബസ്സിൽ പാട്ടെല്ലാം പാടിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ബസ്സിലാണ് പോകുന്നത്. പൊൽസാക്കിയിട്ടാണ് പോയത്. അങ്ങനെ ഇപ്പോൾ ബസ് പുതിയാപ്പിളിൻ്റെ അടുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. റോഡ് സൈഡ് തന്നെയാണ് പോരെ. പുതിയാപ്പിളിൻ്റെ അവിടെ പിന്നെ നേരെ നമ്മൾ പോയപ്പാട് ഫുഡ് കഴിക്കാനായിരിക്കും പോവാം. ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ ഫുഡും ഉണ്ട് കേട്ടോ. എല്ലാ ഫുഡും ഉണ്ടെങ്കിലും ബിരിയാണി തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ജിലേബി മൈസൂർ പാക്കെല്ലാം ഉണ്ട്. അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ പോരെ നോക്കാൻ വന്ന് റൂമെല്ലാം നോക്കാൻ വന്ന് അവിടെ നിന്ന് ജസ്റ്റ് ഒരു സെൽഫി വീഡിയോ എല്ലാം എടുത്ത് ഫുഡെല്ലാം കഴിച്ച് പോരയിൽ നോക്കിയിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ സ്റ്റേജ് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഓറെ പന്തലും എല്ലാം കാണിച്ചതേ ഉള്ളൂ. പിന്നെ നമ്മൾ തിരിച്ച് പൊരിക്കന്നെ പോകലാണ്. അതേ ബസ്സിൽ നമ്മൾ തിരിച്ച് വരലാണ്. റൗഫ ഉണ്ട് കേട്ടോ. റൗഫാൻ വന്നിട്ടുണ്ട്. നമ്മൾ ബസ്സിൽ തിരിച്ച് വരുന്നുണ്ട്. ഇതാണ് മിസ്സിരി റാഷിൻ്റെ കസിനാണ്. തിരിച്ച് വരുമ്പോഴും പാട്ടും പൊളിസെല്ലാം ആയിരുന്നു. പിള്ളേർ ഭയങ്കര എൻജോയ് ആക്കി. അപ്പോൾ അത്രയായിട്ട് ഞങ്ങളെ കല്യാണ വിശേഷം. വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.